നമസ്കാരം. ഇത് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോയാണ്. സ്ഥലം വർക്കലയാണ്. ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് ഒരു യുവതി ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ്, ബഹളമുണ്ടാക്കുകയാണ്. അവർക്ക് ബാധ കയറിയതാണ്, ശരീരത്തിൽ ബാധ കയറിയ സ്ത്രീ പിന്നീട് കാട്ടിക്കൂട്ടിയത് എന്നൊക്കെയുള്ള ക്യാപ്ഷനിലാണ് ഇവർ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരങ്ങ് ഉറപ്പിച്ചു, നിങ്ങളങ്ങ് നിശ്ചയിച്ച് ഉറപ്പിച്ചു അല്ലേ അവർക്ക് ബാധ കയറിയതാണെന്ന്. അവിടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ പോലും അല്പം ദയവോടുകൂടി അവരോട് സംസാരിച്ചില്ല. അവരുടെ ആ അവസ്ഥയെ അല്പം സഹതാപത്തോടുകൂടി ഒന്ന് സമീപിച്ചില്ല. ഒരാൾ പോലും സ്നേഹത്തോടെ ഒരു വാക്കുപോലും അവരോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വളരെ മോശമായിട്ടാണ് അവരുടെ ഈ ഒരു അവസ്ഥയെ സമീപിച്ചത്. നമുക്ക് അവരെ അടിക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് കുഴപ്പം. ആണുങ്ങളായിരുന്ന ഇപ്പൊ അടി കൊടുത്തിറക്കായിരുന്നു നമുക്ക്. അവിടെ നിന്ന് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന അയാൾ പറയുകയാണ്, പെണ്ണായി പോയി, അതാണ് അടിക്കാൻ പറ്റാത്തത്, ആണുങ്ങളായിരുന്നെങ്കിൽ അടിച്ചിറക്കാമായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇവർ ഉപദ്രവിച്ചേനെ, ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അതിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചേനെ എന്ന്. അപ്പൊ അവിടെ നിന്നിരുന്ന സ്ത്രീരത്നങ്ങൾ പറയുകയാണ്, അയ്യോ അപ്പി അങ്ങനൊന്നും ചെയ്യണ്ട, അതൊക്കെ നിങ്ങളുടെ പേര് കേസ് വരും. അതായത് അയാളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, അല്ലാതെ ഈ സ്ത്രീയെ ഉപദ്രവിക്കുന്നതിൽ അവർക്കുള്ള വിഷമമല്ല അവർ പറയുന്നത്. പിന്നെ അവളുടെ അഭിനയമാണ്, അവൾ അഭിനയിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേർ കളിയാക്കി ചിരിക്കുന്നത്, എന്തോ നാടി കാണിക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങടി. ഒരു കാര്യം പറയട്ടെ, നമുക്ക് എല്ലാവർക്കും മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആർക്കാണത് ഉണ്ടാകാത്തത്? ചിലർക്ക് അത് ഒരു പരിധിക്കപ്പുറം പോകും. ആ സ്ത്രീയെ കണ്ടാൽ അറിയാം, അവർ റോഡിലൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സ്ത്രീയല്ല, ഏതോ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീയാണ്. അവർ ആ ബസ്സിൽ കയറുമ്പോൾ ശാന്തയായിരുന്നു. പെട്ടെന്ന് അവർക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാഴ്ച, പണ്ടെന്നോ അവർക്കൊരു ദുരനുഭവം ഉണ്ടാക്കിയ ഒരു കാഴ്ച അവർ ഈ യാത്രക്കിടയിൽ കണ്ടിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മ പെട്ടെന്ന് വന്നിരിക്കാം. ഒരു മനുഷ്യന്റെ മനസ്സെന്ന് വെച്ചാൽ അത് വളരെ സങ്കീർണമാണ്. മനുഷ്യൻ എങ്ങനെയാണ് ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നത്? നമ്മളൊക്കെ എപ്പോഴും നോർമലായിട്ടിരിക്കുന്ന ആളുകളാണോ? അല്ല. എന്നെ കേൾക്കുന്നവരിൽ തന്നെ ഡിപ്രഷനൊക്കെ മെഡിസിൻ എടുക്കുന്ന എത്ര ആളുകൾ കാണും? അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നാച്ചുറലായി മാറിയിരിക്കുകയാണ്. അവരെ അങ്ങനെ ഒരു കാരണവശാലും കളിയാക്കരുതായിരുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ഒരു അധപ്പതനമാണ്. ഇന്നലെ ഞാൻ സംസാരിച്ച വിഷയത്തിന്റെ വേറൊരു തലമായിട്ട് വരും ഇത്. ചുറ്റും നിന്ന് കൂടി നിന്ന് ഒരു മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കളിയാക്കാൻ എല്ലാവരും ഉത്സാഹം കാണിക്കുന്നു. സഹതാപം അല്ലെങ്കിൽ ഒരു സഹജീവി സ്നേഹം എന്ന് പറയുന്നത് ഒരുത്തർക്കും ഇല്ല. പിന്നെ ആ സമയത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു മനുഷ്യനും അവിടെ ഇല്ലായിരുന്നു. അക്രമാസക്തമായിട്ടാണ് ഇങ്ങനെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഇന്ത്യയിൽ തന്നെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ബന്ധപ്പെടുക, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവരുടെ ഒരു അവസ്ഥ അനുസരിച്ച് ഇവരെന്തൊക്കെയോ പുലമ്പുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോകും, എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ പൊട്ടിത്തെറിച്ചതാകാം. നമ്മളുമൊക്കെ പൊട്ടിത്തകരാറില്ലേ, പൊട്ടിത്തെറിക്കാറില്ലേ ചില സമയങ്ങളിൽ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ, നമ്മുടെ ഒരു കൂടപ്പിറപ്പാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നിന്ന് കളിയാക്കുമോ? അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല? അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ, എന്താ മോളെ പ്രശ്നം, എന്താ പെങ്ങളെ പ്രശ്നം, ഞാൻ അകത്തോട്ട് കയറി വരട്ടെ, വാ നമുക്ക് സംസാരിക്കാം, നമുക്ക് പരിഹരിക്കാം, ഞങ്ങൾ കൂടെയുണ്ട് തുടങ്ങിയ പോസിറ്റീവായിട്ടുള്ള ചെറിയ ചെറിയ വാചകങ്ങൾ ഉച്ചത്തിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ചേഞ്ച് കാണാൻ പറ്റിയനെ, പരീക്ഷിക്കാമല്ലോ. ഇതൊന്നും നമുക്ക് ഒരു നഷ്ടവും ഇല്ലാത്ത കാര്യമല്ലേ? അവരെ നിന്ന് മാക്സിമം അങ്ങ് നാണം കെടുത്തുക. അതുപോലെ തന്നെ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് ഇവരെങ്കിൽ, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയുള്ള ആളാണെങ്കിൽ ഇവരുടെ വീഡിയോ, ഇവരുടെ മുഖമൊക്കെ കാണിക്കുന്നതും ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നതും ഒക്കെ അവരുടെ അവകാശ നിഷേധമാണ്. അതൊക്കെ നിയമപരമായിട്ട് തെറ്റാണ്. അവരാരും ഉപദ്രവിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ കത്തിയോ മറ്റൊന്നുമില്ല. അവർ നോർമലായിട്ട് യാത്ര ചെയ്യാൻ കയറിയ സ്ത്രീയാണ്. പെട്ടെന്ന് ഒരാൾക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അവിടെ നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ചെങ്കിൽ അവരുടെ ജീവനൊക്കെ രക്ഷപ്പെടാം. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട, അവശത അനുഭവപ്പെട്ട ഒരു മനുഷ്യനെ കൃത്യമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാഞ്ഞത് കാരണം, വഴിയിൽ ഇറക്കി വിട്ടത് കാരണം അയാൾ മരണപ്പെട്ടു പോയില്ലേ? അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ഏതൊക്കെ തരത്തിലുള്ള അവശതകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മളാരും അമാനുഷികരല്ല, നമുക്കറിയാൻ പറ്റില്ല. അവരത് പ്രകടിപ്പിക്കുമ്പോൾ അവരോടൊരു സഹാനുഭൂതി കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എന്താണ് ഉണ്ടാകാത്തത്?
അവരുടെ കൈവശമുള്ള ഫോൺ ആ പരിസരത്തുണ്ടായിരുന്നെങ്കിൽ അതിലെ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് ആരെങ്കിലും ബന്ധപ്പെടാമായിരുന്നു. അവരുടെ വീട്ടുകാരെ ആരെങ്കിലും ബന്ധപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. അവരുടെ രേഖകൾ ഉണ്ടായിരിക്കാം, അതിൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ അവരെ എങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കരകയറ്റാം, അവരോട് എങ്ങനെ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഇടപെടാം, അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഇടപെടാം എന്നതിനെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നില്ല. വളരെ മോശമായിട്ട് ഒന്നും അറിയാതെ സംസാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉള്ള ഒരു സ്ത്രീ ആണെങ്കിലോ നിങ്ങളൊക്കെ പറഞ്ഞത് തിരിച്ചെടുക്കുമോ? അവരോട് ചെയ്ത ആ തെറ്റിനെ, അവർക്ക് നേരെ എറിഞ്ഞ ആ വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ പോകുന്നത്? എനിക്ക് കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ആരെങ്കിലുമാണ് അത്, നമ്മുടെ ഏതെങ്കിലും രക്തബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ ഈ പറയുന്ന നമുക്കൊക്കെ നാളെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തിൻ്റെ പേരിലാണ് മനുഷ്യൻ ഇങ്ങനെ ഞാൻ എന്ന് നെഗളിക്കുന്നത്? ഏറ്റവും അടുത്ത നിമിഷം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ജീവനും ഒക്കെ എന്ത് സംഭവിക്കാമെന്ന് അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതമാണ്, ജീവനാണ്. എന്നിട്ട് പോലും അഹങ്കരിക്കുകയാണ്. നമ്മളെല്ലാം തികഞ്ഞവരാണോ? എല്ലാം തികഞ്ഞവരാണോ? എല്ലാവരും മാനസികമായിട്ട് ദൗർബല്യം അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് ആ ദുർബലത ഒരളവിന് മേളിലായിരിക്കും. അപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങളോട് വളരെ ഇമോഷണലായിട്ട് പ്രതികരിക്കുന്ന ആളുകളില്ലേ? അപ്പോൾ നമുക്ക് ചിലർക്ക് തോന്നും ഈ നിസ്സാര കാര്യത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ പ്രതികരിക്കുന്നത്? അത് അവരുടെ ഇമോഷണൽ കണ്ടീഷൻ അതാണ്, അവരുടെ സാഹചര്യം അതാണ് മനസ്സിൻ്റെ. അതുകൊണ്ട് അവരെങ്ങനെ പ്രതികരിക്കുന്നു, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണ്ടേ? അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ നമ്മൾ പൊതു ഇടങ്ങളിലായിരിക്കുന്ന സമയത്തോ ആരെങ്കിലും ഒരാൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു മെഡിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ജെന്യുവിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അവർക്കത് ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് വെച്ച് നീട്ടാൻ, ഒരു വാക്കായോ ഒരു നോട്ടമായോ ഒരു തലോടലായോ അത് വെച്ച് നീട്ടാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. കാരണം നമുക്കും നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. നല്ലത് നമ്മൾ ഒരാൾക്ക് ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ, ഒരു സഹായം നമ്മൾ ഒരാൾക്ക് ചെയ്താൽ, അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും മറ്റൊരു രൂപത്തിൽ വലിയൊരു നന്മയായി നമ്മളിലേക്ക് തിരിച്ചു വരും. പല അനുഭവങ്ങളും ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേർക്ക് വലിയ നന്മകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ നിന്നൊക്കെ കനത്ത നന്ദികേട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് നിരാശയോടുകൂടി ചിന്തിച്ചിട്ടുണ്ട്. ലോകത്താരും ചെയ്യാത്ത നല്ലതൊക്കെ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അവരെന്നോട് നന്ദികേട് കാണിച്ചത്? അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മളെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന അവസ്ഥ. അങ്ങനെ ഇരുന്ന് ചിന്തിച്ച് അവസാനം എനിക്ക് ഉത്തരം കിട്ടി അനുഭവങ്ങളിലൂടെ. ഒരാൾ നിന്റെ ആത്മാർത്ഥതയോട് നന്ദികേട് കാണിച്ചാൽ, ഒരാൾ നിന്റെ സ്നേഹത്തെ നിഷേധിച്ചാൽ, ഒരുപാട് മടങ്ങ്, അതിനേക്കാൾ ഒരുപാട് മടങ്ങ് നന്മകൾ, ഒരുപാട് പേരുടെ സ്നേഹം, ഒരുപാട് പേരുടെ നന്ദി നിന്നിലേക്ക് തിരിച്ചെത്തും. അത് കാലത്തിന് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ക്രൂരരാകരുത്, ക്രൂരമായി ചിന്തിക്കരുത്, സഹായിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, അനുകമ്പയും സഹതാപവും ഒക്കെ അർഹിക്കുന്നവർക്ക് നമ്മളാൽ കഴിയും വിധം അത് കൊടുക്കുക.